വിഷൻ 2026 ഭാഗമായുള്ള ദി വിമൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ട്രസ്റ്റ് ജാമിയ ഹംദർദുമായി ചേർന്ന് ദേശീയ വനിതാ എൻജിഒ കോൺക്ലേവ് സംഘടിപ്പിച്ചു. ഡൽഹിയിൽ നടന്ന കോൺക്ലേവിൽ വിവിധ വിഷയങ്ങളിലായി നിരവധി വിദഗ്ധർ പങ്കെടുത്തു. സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയാണ് ദ വിമൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർ ട്രസ്റ്റ് ദേശീയ വനിതാ എൻജിഒ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. വനിതാ ശാക്തീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ പ്രതിനിധികളായി എത്തിയ ലീഡർഷിപ്പ് വനിതാ എൻജിഒ കോൺക്ലേവ് ശാസ്ത്രി ഇൻഡോ കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ പ്രാഞ്ചി കൌൾ ഉദ്ഘാടനം ചെയ്തു. We have to encourage and we have to tell them that you are equally capacitated. You can come forward. When you start doing, you will see that in a way you are empowering yourself. In a way you are navigating a path for your future generation, and you are navigating a path for the successful, development-centered nation and the world. സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ ഊന്നൽ നൽകി ടീറ്റ് പ്രവർത്തനം രാജ്യവ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ടീറ്റ് ചെയർപേഴ്സൺ എ റഹ്മത്തുന്നിസ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ഇപ്പോൾ എൻജിഒകളുടെ പ്രവർത്തനം വളരെ പ്രയാസകരമായി കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. വനിതാ എൻജിഒകളാണെങ്കിൽ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലീഗലി കംപ്ലയന്റ് ആയിക്കൊണ്ട് എങ്ങനെ വിജയകരമായി രാജ്യത്തിന്റെ പുരോഗതിയിൽ, സമൂഹത്തിന്റെ പുരോഗതിയിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കാൻ കഴിയും, ഇത് നേതൃത്വം നൽകുന്ന ആളുകളുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റി ബിൽഡിംഗ്, ഇതുപോലുള്ള 4-5 ഒബ്ജക്റ്റീവ്സ് മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ എൻജിഒ കോൺക്ലേവ് നടത്തുന്നത്. വിഷൻ ചെയർമാൻ ടി ആരിഫ് അലി, ജാമിയ ഹംദർ വൈസ് ചാൻസലർ ഡോക്ടർ എം അഫ്ഷർ ആലം, പ്രൊഫസർ ഡോക്ടർ സദഫ് സിറാജ്, അബറാണി തുടങ്ങി അക്കാദമിക് സാമൂഹ്യ മേഖലയിലെ പ്രമുഖരാണ് 2 ദിവസം നടന്ന കോൺക്ലേവിൽ പങ്കെടുത്തത്. മീഡിയ 1 ഡൽഹി.